മഹാനായ ബാപ്പുട്ടി തങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്മരിക്കേണ്ട ഓർക്കേണ്ട ഒരു വിഭാഗം നമ്മുടെ മദർസ മാലിന്യ ഉസ്താദ്. മദർസ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്തൊരു മഹാനവർ പറഞ്ഞ ഓരോ കാര്യങ്ങളുമാണ് ഇന്ന് നമ്മുടെ മദ്രസ ഇത്തര ഉന്നതിയിലെത്താൻ കാരണം. ഒരു സമ്മേളനത്തിൽ മഹാനവറുകൾ പറഞ്ഞു അത്രേ, മദ്രസ ഇങ്ങനെ പോയാൽ പറഞ്ഞു ഉഷാറായി പോകണം. 14,000 മദ്രസ. മഹാനവറുകളുടെ കുടുംബം ഒരു 300 വർഷങ്ങൾക്ക് മുമ്പ് യമനിലെ തെരീവിൽ അഹ്മദ് എന്ന് പറയുന്ന ഒരു മഹാൻ ജീവിച്ചിരുന്നു. അദ്ദേഹം വളരെ പണ്ഡിതനും തത്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചിരുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ഫഖീഹ് എന്ന ആളുകൾ വിളിച്ചു. യമനിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഫഖീഹ്, വലിയ ഫിഖ് അറിയുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയെ പിന്നെ ബാഫഖീഹ് എന്ന പേരിൽ അറിയപ്പെട്ടു. 200 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൊയിലാണ്ടിയിൽ വരികയും മഹാനായ ബാഫഖീഹ് തങ്ങൾ 1906 ഫെബ്രുവരി 21-നാണ് കൊയിലാണ്ടിയിൽ ജനിച്ചത്. മഹാനവറുകളെ മരണം 1973 ജനുവരി 19. അപ്പോൾ 53 വർഷമായി മഹാനവറുകൾ വഫാത്തായി. ബാഫഖീഹ് തങ്ങളുടെ അനുസ്മരണങ്ങൾ കൂടുതൽ ആ കാലഘട്ടങ്ങളിൽ നടന്നില്ലാന്ന് ചരിത്രം പറയുന്നത്. ബാഫഖീഹ് തങ്ങളുടെ ചരിത്രത്തിൽ പറയുന്നത് ആ കാലഘട്ടത്തിൽ നടന്നില്ലാന്ന്. കാരണം അദ്ദേഹത്തെ സ്മരിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. മഹാനവറുകൾ അത്രയും ജനങ്ങളുടെ മനസ്സിൽ മങ്ങാതെ മറയാതെ മങ്ങാതെ നിന്നു. ബാഫഖീഹ് തങ്ങളെ ചരിത്രം പറയണം. ബാഫഖീഹ് തങ്ങൾ 26ാമത്തെ ഹജ്ജിന് പോയിട്ടാണ് വഫാത്തായത്. അതും ദുൽഹിജ്ജ മാസത്തിൽ 13-ന്. വളരെയധികം കറാമത്തിന്റെ ഉടമയായിരുന്നു ബാഫഖീഹ് തങ്ങൾ എന്നുള്ളതാണ് പറയുന്നത്. അന്ന് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് ബാഫഖീഹ് തങ്ങളെ പറ്റി മറ്റൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. ബാഫഖീഹ് തങ്ങൾ സമസ്തയോടൊപ്പം കൂടി നിന്നു. എന്നാൽ എല്ലാ ജനങ്ങളെയും ഒരുമിപ്പിക്കണം എന്ന നിലയിൽ മുസ്ലിം ലീഗിന്റെ ഒപ്പവും ബഹുമാനപ്പെട്ട ബാഫഖീഹ് തങ്ങൾ ഒരുമിച്ചു. ഒരു പണ്ഡിതനല്ല, പക്ഷെ 12ാമത്തെ വയസ്സിൽ ഒരു കുറഞ്ഞ 3 വർഷത്തെ ദർസ് പഠനമാണ് മഹാനായ ബാഫഖീഹ് തങ്ങൾക്ക് ലഭിച്ചത് വെളിയങ്കോട് വെച്ച്. 12 വയസ്സിലൊരു കുട്ടിക്ക് അത്രമാത്രം മതവിജ്ഞാനം ഉണ്ടാവും. ആ വിജ്ഞാനം മാത്രമേ ബാഫഖീഹ് തങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ മനസ്സിലാക്കണം, 1,00,000 മുരീദന്മാർ ബാഫഖീഹ് തങ്ങൾക്കുണ്ടായിരുന്നു. 1,00,000 മുരീദന്മാർ. ത്വരീഖത്ത് അതുപോലെ തന്നെ മഹാനായ ബാഫഖീഹ് തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ നാവിന് ലിസാന് ഭയങ്കര അസറായിരുന്നു. ഒരു കാര്യം പറഞ്ഞാൽ അത് നടക്കുക. അതുകൊണ്ട് തന്നെ മഹാനായ ശംസുൽ ഉലമായ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ജാമിഅ നൂരിയുടെ കട്ടിൽ വെക്കലിന് മഹാനവറുകൾ അവർ രണ്ടാളും ആത്മീയ ബന്ധം. ജീവിതത്തിൽ സുബഹി നിസ്കാരം ഖളാ ആക്കാത്ത ഒരാൾ ജാമിഅയുടെ കട്ടിൽ വെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ശംസുൽ ഉലമായ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ബാഫഖീഹ് തങ്ങളെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ആ മനുഷ്യനാണ് അതിനെ അറിയുന്നത്. എത്രയോ ആലിമീങ്ങളുണ്ടായിരുന്നു, തത്വയിൽ അധിഷ്ഠിതമായ ആലിമീങ്ങൾ അന്നുണ്ടായിരുന്നു. ബാഫഖീഹ് തങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, മഹാനവറുകൾ വെക്കട്ടെ. ഇപ്പൊ ജാമിയയിൽ പഠിച്ച ആളുകൾക്കൊക്കെ അറിയാം. 1998-99 ജാമിയയിൽ പഠിച്ച എല്ലാവരും വിദ്യാർത്ഥികൾക്കും അറിയും, ആലിമീകൾക്ക് അറിയാം, ഉസ്താദുമാരും ഉണ്ടാവുള്ളൂ. അന്നത്തെ മുത്തവ്വൽ സ്ഥാനി 2ാമത്തെ ക്ലാസ്, മുത്തവ്വൽ നടത്തുന്ന ക്ലാസ് 500 വിദ്യാർത്ഥികൾക്ക് ഇരിക്കാൻ പറ്റുന്ന ക്ലാസ് ആയിരുന്നു. നമുക്കറിയാം, ജാമ്യ തുടങ്ങുമ്പോൾ 10-11 ഏറിപ്പോയ 25 വിദ്യാർത്ഥികൾ ആ 2 വർഷത്തിലുണ്ടായിരിക്കും. അന്ന് പലരും ചോദിച്ചു ബാഫഖീഹ് തങ്ങളോട്, എന്തിനാ ഇത്ര വലിയൊരു ക്ലാസ് റൂം? ഇന്ന് 10 കുട്ടികളാണെങ്കിൽ 500 കുട്ടികളെ അഞ്ചിരിക്കാൻ അവസ്ഥ വരും. അങ്ങനത്തെ ഒരു അവസ്ഥ അവിടെ വരുന്നു. അതാണ് അമ്രുൽ ഖാരിഖുൽ ആദാത്തി നമ്മൾ പറഞ്ഞു. കറാമത്തിന് നമ്മൾ അതിന്റെ താരീഫ് അങ്ങനെ പറയും. മഹാന്മാർക്ക് അത് കഴിവുണ്ട്, അത് മനസ്സിലാക്കാനുള്ള ദീർഘവീക്ഷണം ഉണ്ടായതുകൊണ്ട് മഹാനായ ബാഫഖീഹ് തങ്ങൾ പറഞ്ഞു, ക്ലാസ് റൂം ഒന്ന് വലുതായിക്കോട്ടെ. ഞങ്ങളെ ബാച്ചിൽ 300ഓളം കുട്ടികളെ ക്ലാസ്സിൽ അന്നിരുന്നു. ഇതാണ് ബാഫഖീഹ് തങ്ങളുടെ കറാമത്തായി പറയുന്നത്. ബാഫഖീഹ് തങ്ങൾക്ക് ഒരുപാട് കറാമത്തുകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, നിസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടായിരുന്നു. നമ്മൾ ഒന്നാമതായി മുസ്ലിം ആകുക, നിസ്കാരം നിലനിർത്തുന്ന മുസ്ലിം ആകുക, രണ്ടാമത് മുസ്ലിം ലീഗ് ആകുക എന്നായിരുന്നു തങ്ങളെന്ന് പറഞ്ഞിരുന്നത്.
അത്രമാത്രം നിസ്കാരത്തിന്റെ കാര്യത്തിൽ കണിശതയുള്ള ആൾ മഹാനായ ബാഫഖി തങ്ങൾ. മരണപ്പെടുന്നതിന്റെ തലേ ദിവസം രാത്രി 10:30 മണിക്ക് ഗുളിക കുടിച്ച് ക്ഷീണിതനായ ബാഫഖി തങ്ങൾ ക്ഷീണിച്ച് കടന്നുറങ്ങിപ്പോയി. 10:30 മണിക്ക് ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഞാൻ ഈശാ നിസ്കരിക്കണം. നിസ്കാരം കഴിഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു അത്രേ, ഞാൻ നാളെ ഹറമിലെ ഇമാമത്ത് നിൽക്കും. അപ്പൊ ആൾക്കാർ പറഞ്ഞത്, ഹറമിലെ ഇമാമത്ത് അവിടുത്തെ ഇമാമിയങ്ങളെ നിശ്ചയിച്ച ആളുകളുണ്ടല്ലോ, നിങ്ങളെനിക്ക് ഇമാമത്ത്, ഞാൻ തന്നെ ആയിരിക്കും ഇമാം. പക്ഷെ ഇവിടെ ഇമാമത്ത് നിൽക്കുന്ന ആള് എന്റെ ബാക്കിലായിരിക്കും നിൽക്കുക. മനസ്സിലാവും? ഞാൻ ചരിത്രത്തിൽ നിന്ന് കുറെ മുമ്പ് വായിച്ചു ഓർത്ത് പറയാം. നാളെ ഞാൻ ഇമാമത്ത് നിൽക്കും, ഇവിടെ ഇമാമത്ത് നിൽക്കുന്ന ആള് എന്റെ ബാക്കിലായിരിക്കും ഉണ്ടാവുക. KE സാഹിബാണ് അത്ര പിന്നെ ഹജ്ജിന് പോകാൻ വേണ്ടി ഒപ്പം ഉണ്ടായിരുന്നു. പല ആളുകൾ പത്രപ്രവർത്തകന്മാരുണ്ടായിരുന്നു, ഡോക്ടർമാരുണ്ടായിരുന്നു. പോകുന്ന സമയത്ത് മഹാനവർ പറഞ്ഞത്ര ബാഫഖി തങ്ങൾ ഏകദേശം KE ഒറ്റക്ക് പോകേണ്ടിയിരുന്നു. അപ്പൊ മരണം മുന്നിൽ കണ്ടു എന്നുള്ളതാണ്. ദിവസങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന മരണം ബാഫഖി തങ്ങൾ മുന്നിൽ കണ്ടു. കുടുംബ ഡോക്ടറായിട്ടുള്ള ഒരു അമുസ്ലിം സുഹൃത്ത് ഗുളിക എഴുതി കൊടുത്തു തങ്ങൾക്കുണ്ടായിരുന്നു. അപ്പൊ 19 ഗുളിക കിട്ടിയോളൂ. തങ്ങൾ പറഞ്ഞു അതും മതിയാവും. കാരണം ജനുവരി 19 വഫാത്താകുന്നത്. ജനുവരി 1 പുറപ്പെട്ട് 19 വഫാത്തായി. അപ്പൊ തങ്ങൾ പറഞ്ഞു 19 ഗുളിക മതിയാവും. അതാണ് മഹാനവറുകളുടെ ദീർഘവീക്ഷണവും മരണത്തിന് ഒരുങ്ങിയിരുന്നുള്ള. അങ്ങനെ വഫാത്തായി. മക്ക കണ്ട ഏറ്റവും വലിയ ഒരു മലബാരിക്ക് വേണ്ടിയിട്ടുള്ള മയ്യിത്ത് നിസ്കാരം ഹറമിൽ നടന്നു എന്നുള്ള. മഹാനവറുകൾ ജന്നത്തുൽ മുഅല്ലിൽ അന്ത്യവിശ്രമങ്ങളും ഖദീജ ബീവിയുടെ ഖബറിന്റെ കുറച്ച് ബാക്കിലായി. അലവി മാലിക് മക്കിയുടെ ഖബറും അവിടെയാണുള്ളത്. പ്രമുഖരായിട്ടുള്ള അറബികൾ മരണപ്പെട്ടാൽ മറമാടുന്ന സ്ഥലത്ത് തന്നെ എല്ലാവിധ ബഹുമാനം നൽകിക്കൊണ്ട് മഹാനായ ബാഫഖി തങ്ങളെ മറമാടി. 53ാമത്തെ സ്മരണ ഓർമ്മയാണ് നാം ഈ പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. മഹാനവറുകളുടെ മദദ് അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ, നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ബാഫഖി തങ്ങൾ ജീവിതത്തിൽ നിസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാം അത് കഴിഞ്ഞിട്ടുള്ളൂ. നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി ഏത് യോഗാണെങ്കിൽ ഒരു കഥകളി നടക്കുന്ന സ്ഥലത്ത് മഹാനായ ബാഫഖി തങ്ങൾ പോയി നിസ്കരിച്ച സംഭവം സ്മരണയിൽ എഴുതി വെച്ചിട്ടുണ്ട്. മഹാനായ ജിബ്രീൽ തങ്ങൾ ഒരു സ്റ്റേജ് നിസ്കരിച്ച് വിമർശിച്ച ആളുകളുണ്ടായിരുന്നു. അവരൊന്ന് കുറെ 35-40 വർഷങ്ങൾക്ക് മുമ്പ് മഹാനവായ ബാഫഖി തങ്ങളുടെ സ്മരണ ഓർത്തുപോയാൽ മതി, അദ്ദേഹത്തിന്റെ ജീവിതം ഓർത്തുപോയാൽ മതി. കുട്ടികൾ കഥകളി നടക്കുന്നതിന്റെ ബാക്കിൽ പോയി നിസ്കരിച്ചു മഹാനായ ബാഫഖി തങ്ങൾ. ഇങ്ങനെ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് ചിന്ത മുട്ടും വിളിയുമായിട്ട് പോകുന്നൊരു സംഘം ഉണ്ടായിരുന്നു ചാവക്കാട് ഭാഗം. ആ ഭാഗത്ത് പോകുമ്പോൾ അവർ പള്ളിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഒന്നുകൂടി ഉഷാറായിരുന്നു. അങ്ങനെ അത് പരാതിയായി, കലഹമായി. നമ്മൾ കുറെ പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ല, ജീവിതത്തിൽ നമ്മൾ ചെയ്ത് കാണിക്കണം. ഞാൻ ആരെയും വിമർശിക്കല്ല, ആരെയും കുറ്റപ്പെടുത്തല്ല, എൻ്റെ സ്വയം ശരീരത്തെ കുറ്റപ്പെടുത്തും. നമ്മളൊക്കെ ലീവ് കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോൾ പള്ളിക്ക് നമ്മൾ കൃത്യമായി നിസ്കരിക്കും. ലീവ് കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ജമാഅത്തിന് പോയിക്കോളം എന്നില്ല. ഇനി നമ്മളെ നോക്കുന്ന കുറേ ആളുകളുണ്ടാവും, നമ്മളെ അയൽവാസികളുണ്ടാവും. ഒരു ലീവിന് വന്നു 10 ദിവസമായിട്ട് ജമാഅത്തിന് തന്നെ പോയിട്ടില്ല, നിസ്കാരത്തിന് തന്നെ പോയിട്ടില്ല. ഒരാൾ കാണാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ നമ്മളെ പിന്തുടരുന്ന ആളുകളുണ്ടാവും. അവരെ നമ്മളെ മോശമായി ചിത്രീകരിക്കും. ബാഫഖി തങ്ങളുടെ ഒരൊറ്റ പ്രവർത്തനം കൊണ്ട് ജനസംഘം എന്ന് പറയുന്നത് RSS അന്ന് ജനസംഘം എന്ന് പറയും. പ്രശ്നമായി. പള്ളിന്റെ മുമ്പിലെത്തുമ്പോൾ എല്ലാ വർഷത്തിലും അങ്ങനെ ഉച്ചത്തിൽ മുട്ടിയ ബാഫഖി തങ്ങളെടുത്ത് പരാതി എത്തി, പ്രശ്നമായി, സംഘടനയായി. ബാഫഖി തങ്ങൾ പറഞ്ഞ മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ ഒരുമിച്ച് വിളിക്കുക. 2 കൂട്ടക്കാരെ വിളിച്ചു. അങ്ങനെ ചർച്ച അങ്ങനെ പുരോഗമിച്ചു. എവിടെ നിർത്താതെ പോയി. അസറിന്റെ സമയമായി. മഹാനായ ബാഫഖി തങ്ങൾ എന്ത് ചെയ്തെന്ന് പറയുന്നത്, പെട്ടെന്ന് ഒരു സഞ്ചി ഉണ്ടാവും. എപ്പോഴും ഏത് യാത്രയിലും ബാഫഖി തങ്ങളൊക്കെ സഞ്ചി ഉണ്ടാവും. ആ സഞ്ചിയിൽ ഒരു മുസല്ലയായിരിക്കും. രണ്ടാമത്തെ ബാഫഖി തങ്ങളെത്തുള്ളത് വുദൂ ചെയ്യാനുള്ള ഒരു പാത്രമായിരിക്കും. കിണ്ടി എന്ന് പറഞ്ഞ നമ്മളാണ് ആ കിണ്ടി. അപ്പോ അസർക്ക് ബാങ്ക് കൊടുത്തോടുകൂടി ബാഫഖി തങ്ങൾ നിശബ്ദനായി, ഒന്നും മുണ്ടിയില്ല, താഴത്തിങ്ങനെ നോക്കി നിന്നു. അപ്പോ ബാഫഖി തങ്ങൾ ഈ സഞ്ചിയിൽ നിന്ന് കിണ്ടി എടുത്തുകൊണ്ടിരുന്നു. 2 അമുസ്ലിം സുഹൃത്തുക്കൾ, ജനസംഘത്തിന്റെ 2 അമുസ്ലിം സുഹൃത്തുക്കൾ ഓടി വന്നിട്ട് ആ കിണ്ടി വാങ്ങി. അവർക്കൊക്കെ നമ്മളോട് അടുപ്പവും ബന്ധം ഉണ്ടായിരുന്നു, പഴയ കാലത്ത് സ്നേഹം ഉണ്ടായിരുന്നു. അവർ വേഗം വെള്ളം കൊടുത്തിട്ടു,
ബാപ്പയ്ക്ക് തങ്ങൾ ഉറു ചെയ്ത് പഠിച്ചാൽ ഉറു ചെയ്ത് മുസല്ലം നിസ്കരിക്കും. നിസ്കരിച്ചത് ഈ അമുസ്ലിമീങ്ങളായ സഹോദരന്മാർ കണ്ടു. ഒരു മിനിറ്റോടെ ഇരിക്കുന്നു പറഞ്ഞു. തങ്ങൾ നിസ്കരിച്ചിട്ട് ഔറാദ് കഴിഞ്ഞ് നീച്ചേക്ക് നീ രണ്ട് സഹോദരന്മാരോട് നിങ്ങൾ നിലകൊള്ളുന്ന ഈ പ്രസ്ഥാനം, നിങ്ങൾ ബാങ്കിനെ ഇത്രമാത്രം ബഹുമാനിക്കുന്നുവെങ്കിൽ, നിങ്ങൾ നിസ്കാരത്തെ ഇത്രമാത്രം ബഹുമാനിക്കുന്നുവെങ്കിൽ, അമുസ്ലിമീങ്ങളായ ഞങ്ങൾക്ക് നിങ്ങളെ പള്ളി എത്തുന്ന സമയത്ത് ഒരു മുട്ട് നിർത്തിയത് യാതൊരു പ്രശ്നമില്ല, ഒരു ചർച്ചക്കും ആവശ്യമില്ല എന്ന് തിരിഞ്ഞു പോയി. അതാണ് ബാപ്പയ്ക്ക് തങ്ങൾ പ്രസംഗിക്കാൻ കഴിവില്ലാത്ത ആളായിരുന്ന, പക്ഷേ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ ജീവിത ശുദ്ധി അത് ഭയങ്കരമായിരുന്നു. ഭയങ്കര ബർക്കത്തിൻ്റെ കേദാരമായിരുന്നു, കറാമത്തിൻ്റെ കൊട്ടയായിരുന്നു ബഹുമാനപ്പെട്ട ബാപ്പയ്ക്ക്. ആ ബാപ്പയ്ക്ക് തങ്ങൾ ശബ്ദത്തിൽ പ്രസംഗിച്ചത് നമ്മുടെ മാലിന്യങ്ങൾക്ക് വേണ്ടിയാണ്. ആ മാലിന്യങ്ങളെ സ്വദേശി കൂട്ടായ്മയാണ് ഇത്. ഇതിലിപ്പോൾ കൂടിയ ആളുകൾ ഇതിലില്ല. അല്ലാഹു നമുക്കൊക്കെ ബാപ്പയ്ക്ക് തങ്ങളുടെ മദദ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ബറക്കത്തും റഹ്മത്തും അദ്ദേഹത്തിൽ നമുക്കുണ്ടായിരിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ബാപ്പയ്ക്ക് തങ്ങളുടെ മദദ് കൊണ്ട് അല്ലാഹു തആല ഇരുവീട്ടിലും നമ്മളെ വിജയിപ്പിക്കുമാറാവട്ടെ. നമ്മളുടെ ജോലിയിൽ അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. അവരൊക്കെ കാണിച്ചു തന്ന, കത്തിച്ചു വെച്ച ആ ദീപശിഖ കെടാതെ കൊണ്ടുപോകൽ നമ്മുടെയൊക്കെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭക്ഷണം നൽകിയവരും വസ്ത്രം നൽകിയവർക്കും നമ്മുടെ എല്ലാ അവസ്ഥകളും കണ്ടറിഞ്ഞ് നമ്മളെ സഹായിച്ചവർക്കൊക്കെ രണ്ട് വീട്ടിലും ഖൈറാത്തുകൾ ചൊരിഞ്ഞു കൊടുക്കട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു തആല ആലിമീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കട്ടെ. ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് സയ്യിദ് അബ്ദുറഹ്മാൻ ബാപ്പുക്കി തങ്ങളുടെ മദദ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. അവരോടൊപ്പം സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാക്കി തരട്ടെ. നമ്മുടെ മരണം നമ്മുടെ മഹല്ലത്തിലില്ലാത്ത മറ്റൊരു സ്ഥലത്താണെങ്കിൽ അത് ബഹുമാനപ്പെട്ട ബാപ്പക്കി തങ്ങളുടെ ജന്നത്തിൽ മുഅല്ലയിലും ലക്ഷക്കണക്കിന് സ്വഹാബത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തിൽ ബഖീലും അല്ലാഹു തആല ആക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഇരു വീട്ടിലും ഖൈറാത്തുകൾ ചൊരിഞ്ഞു തരട്ടെ. ഇസ്സത്ത് നൽകട്ടെ. ഫളീഹത്തിലാകുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. നമുക്ക് ജന്മം നൽകാൻ കാരണമായ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് ഇസ്സത്തിന്റെ, ഖുവ്വത്തിന്റെ, സലാമത്തിന്റെ, ആഫിയത്തിന്റെ, ഇൽഫത്തിന്റെ, സുബ്റിന്റെ എല്ലാ അബ്വാബുകളും തുറന്നു തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.